ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിന് നൽകുന്ന മെസ്സേജ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്രപഞ്ചശക്തി എൻ്റെ വ്യൂസിന് നൽകുന്നതായിട്ടുള്ള മെസ്സേജ് എന്താണ്? എൻ്റെ വ്യൂസിൻ്റെ ഉയർച്ചയ്ക്കും സമാധാനത്തിനും വേണ്ടി നൽകുന്ന മെസ്സേജ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിങ്ങിനായി സമർപ്പിക്കുന്നു. നൈറ്റ് ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്. ഓവറോൾ എനർജി ഇവിടെ 5, 4, 3 വന്നിട്ടുണ്ട്. ഈ 3 കാർഡും നിരാശയാണ് സൂചിപ്പിക്കുന്നത്. ചില കാര്യങ്ങളിൽ നിങ്ങൾ തകർന്നിരിക്കുന്ന കാര്യത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. 5 ഓഫ് കപ്പ് സൂചിപ്പിക്കുന്നു നിങ്ങൾ ഇപ്പോഴും തനിക്ക് നഷ്ടപ്പെട്ടു പോയ ചില കാര്യങ്ങളിലേക്ക് തന്നെയാണ് ശ്രദ്ധ. ഒരിക്കലും അതിൽ നിന്നും മാറിയിട്ടില്ല എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് റിലേഷനാകാം, നിങ്ങളുടെ സാമ്പത്തികമാകാം, ജോലിയാകാം, ചില വ്യക്തികളുടെ മുന്നിൽ നിങ്ങൾ അപമാനിക്കപ്പെട്ടതാകാം, മാനഹാനിയാകാം. ഇതെല്ലാം ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഓർത്തിരിക്കുന്നത് കാരണം മറ്റു ചില വ്യക്തികൾ നിങ്ങളെ ചതിച്ചത് അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടായ ചെയ്യാൻ പാടില്ലാത്തതായ ചില കാര്യങ്ങളിൽ നിങ്ങൾ വിശ്വസിച്ചത് കാരണം അല്ലെങ്കിൽ ചില പ്രവൃത്തികളിലേക്ക് നിങ്ങൾ ഇറങ്ങിച്ചെന്നത് കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയല്ലോ എന്ന് നിങ്ങൾ ആലോചിച്ച് നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കി വയ്ക്കുന്ന ഓരോ സെക്കൻഡ് സമയവും ഈ പൊട്ടിപ്പോയതിനെ ഓർത്ത് നിങ്ങൾ നിൽക്കുന്ന ഒരു എനർജിയിൽ കൂടിയാണ് നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നതെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. പൊട്ടിപ്പോയതിലേക്ക് നിങ്ങൾ നോക്കി നിൽക്കാതെ നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന ഓരോ ദിവസവുമുണ്ട്. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ ദിവസവും കരുതി വയ്ക്കുന്നുണ്ട്. അത് വളരെ സുന്ദരമായി തന്നെയാണ് ഈ പ്രകൃതി ഓരോ ദിവസവും വരുന്നത്. നിങ്ങൾ കഴിഞ്ഞ പാസ്റ്റിൽ നിങ്ങളുടെ ജീവിതം ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞ് ഇന്നത്തെ പുലർച്ചയും അല്ലെങ്കിൽ ഇന്നത്തെ സൂര്യോദയവും ഇന്നത്തെ പൂക്കളും ഇന്നത്തെ കിളികളുടെ നാദങ്ങളും ഒക്കെ നിങ്ങൾ നശിപ്പിച്ച് ശ്രദ്ധിക്കാതെ നിങ്ങളതിനെ ഒരു ഉപയോഗശൂന്യമാക്കി കളയരുത് എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾക്കൊരു മൂണിനെ കാണാം. അത് വാക്സിൻ ക്രസൻറ്റിങ് മൂണാണ്. ഇത് നിങ്ങളെ സൂചിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു സ്ഥാനത്ത് നിന്നും വിട്ടുമാറുക എന്നാണ് യൂണിവേഴ്സ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. നിങ്ങളിവിടെ തളർന്നു പോകരുത്, ഇവിടെ നിന്ന് നിങ്ങൾ വിട്ടുമാറണം. ഇത് നിങ്ങളുടെ അവസാനമല്ല, ഈ തകർന്ന് വീണിരിക്കുന്നത് നിങ്ങളുടെ അവസാനമല്ല എന്ന് ഈ ഒരു മാറ്റം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങളിവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇതൊന്നും ചേർത്ത് പിടിക്കാനോ അല്ലെങ്കിൽ ഒന്നുമില്ല എന്ന് വിചാരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ വിചാരിക്കും ഇത് എല്ലാത്തിൻ്റെയും അവസാനമായിട്ടുണ്ടെന്ന്. നിങ്ങൾ കണ്ടില്ല എന്ന് വിചാരിച്ച് നിങ്ങളുടെ നന്മയുടെ അവസാനമല്ല ഇത് എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. കിങ് ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇതിനെ ക്ലാരിഫൈ ചെയ്താണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന മഹാ അത്ഭുതങ്ങൾ പിറകിലുണ്ട്. പക്ഷെ നിങ്ങൾ ഈ ഒരു ശ്രദ്ധയിൽ നിന്നും നിങ്ങൾ മാറുക. ഈ സമയം നിങ്ങൾക്ക് കടന്നു പോകുമെന്ന് യൂണിവേഴ്സ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത് വന്നിരിക്കുന്നത് 4 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. അതും നിങ്ങൾ ചില കാര്യങ്ങളെ ഇഗ്നോർ ചെയ്യുന്നു. എനിക്ക് പറ്റുന്നില്ല, എനിക്ക് പുറത്ത് കടക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഇപ്പോഴും ആ ഇമോഷണൽ കാര്യങ്ങളിലേക്കാണ് എന്നെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നത്, എനിക്ക് എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ തളർന്നിരിക്കുന്ന ഒരു എനർജി. എൻ്റെ കപ്പുകളെല്ലാം ശൂന്യമാണ്, എന്നെ സഹായിക്കാൻ ആരുമില്ല, എനിക്കെപ്പോഴും ഞാൻ ഒറ്റപ്പെട്ടിരിക്കുന്നു, എനിക്ക് എന്തുകൊണ്ട് ഈ വിധി എന്നൊക്കെ പറഞ്ഞ് നിങ്ങളിവിടെ തളർന്നിരിക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സ് ദൂതനെ അയച്ചിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ അതിലേക്ക് ശ്രദ്ധിക്കുകയോ നിങ്ങളുടെ പിറകിൽ വന്ന് മുട്ടുകയാണ്. എന്താണ് നീ തുറക്കുക, നീ ഈ ഒരു ശ്രദ്ധയിൽ നിന്നും എന്നിലേക്ക് തിരിഞ്ഞു നോക്കുക എന്നൊക്കെ നിങ്ങളുടെ ദൈവം, നിങ്ങൾ ഏത് വിശ്വാസത്തിലാണോ ആ വിശ്വാസത്തിലുള്ള എനർജി നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളെ വിളിക്കുകയാണ്. പക്ഷെ നിങ്ങൾ ഒരിക്കലും തിരിഞ്ഞു നോക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്കതൊന്നും ലഭിക്കത്തില്ല. ഇവിടെ വന്നിരിക്കുന്നത് പകർന്നു കൊടുക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങൾക്ക് പകർന്നു തരാൻ അവരുടെ കയ്യിൽ ഒരു കപ്പുമായിട്ടാണ് വന്ന് നിൽക്കുന്നത്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ഒരു കപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. ശൂന്യമായിട്ടുള്ള നിങ്ങളുടെ
കപ്പുകളെ നിറയ്ക്കുന്നതിന് വേണ്ടി യൂണിവേഴ്സ് നിങ്ങളെ അയച്ചിരിക്കുന്ന മാലാഖയാണ്. പക്ഷേ നിങ്ങൾ ഒരിക്കലും ആ ഒരു മുഖത്തോട്ട് നോക്കുവാനോ അവരുടെ വിളി ശ്രദ്ധിക്കുവാനോ നിങ്ങൾക്ക് കഴിയുന്നില്ല. കാരണം നിങ്ങളുടെ കാതുകൾ അടഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ കണ്ണുകൾ അടഞ്ഞിരിക്കുന്നു. എന്തിലേക്കാണ് നിങ്ങൾ അടഞ്ഞു വെച്ചിരിക്കുന്നത്? നിങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക്. നിങ്ങൾക്ക് അത് സംഭവിച്ചിട്ടില്ല, സാമ്പത്തികം നിങ്ങൾക്ക് നഷ്ടമാണ്, വീട് ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളെ ആരും ചേർത്ത് വയ്ക്കുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ഈ രോഗപീഡനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിത്തീരുന്നത്? എന്നോട് എന്താണ് എല്ലാവരും ഇങ്ങനെ ചതിക്കുന്നത് എന്നുള്ള ചിന്തകളായിട്ട് നിങ്ങൾ നിൽക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒരുക്കി വെക്കുന്നത് അല്ലെങ്കിൽ പകർന്നു തരാൻ വന്നിരിക്കുന്ന കപ്പിനെ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾക്കിവിടെ സണ്ണ് ഉദിക്കാൻ പോകുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് എന്ന് പറയുന്നത്, നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക. ഏത് സിറ്റുവേഷനാണോ നിങ്ങളുടെ മുന്നിലുള്ളത്, ഞാൻ ഇന്ന് ഈ ഒരു നിമിഷം ആ ഒരു സിറ്റുവേഷനെ ഞാൻ വിട്ടുകളയുകയാണ്. ഞാൻ ആ ഭാരം എടുക്കുന്നില്ല. ഞാൻ ഭാരം എടുത്തു എന്ന് വിചാരിച്ച് ആ ഒരു പ്രശ്നത്തിൽ ഒരു തരി എനിക്ക് കൂട്ടുവാനോ കുറയ്ക്കുവാനോ ഉള്ള കഴിവ് എനിക്കില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഞാൻ അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് എൻ്റെ അസുഖങ്ങൾ കൂട്ടുന്നത്? ഓക്കെ, ആ വിഷയത്തിന്മേലെ ഒരു തരി പോലും കൂട്ടുവാൻ കഴിയത്തില്ല. പിന്നെ എല്ലാം ദൈവത്തിൽ അർപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ ചിന്തിക്കുക. അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക. എങ്കിൽ നിങ്ങൾ ഇവിടെ ഒരു സ്റ്റാറായി മാറുമെന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ബാലൻസ് വരും. നിങ്ങളുടെ കപ്പുകൾ നിറയ്ക്കുവാനുള്ള തക്കമുള്ള എന്ത് തന്നെയാണെങ്കിലും ഈ യൂണിവേഴ്സിൽ നിങ്ങൾക്കുണ്ട്. ഒന്നിനും ഒരു മുട്ടില്ലാത്ത ഒരു യൂണിവേഴ്സിലാണ് നമ്മൾ ഉള്ളത് എന്ന് മനസ്സിലാക്കുക. നമുക്കെല്ലാം തൃപ്തിയായിട്ടാണ് യൂണിവേഴ്സ് നൽകിയിരിക്കുന്നത്. ഓക്സിജനും വെള്ളവും ആഹാരവും എന്ത് തരം ഫ്രൂട്ട്സുകളാണ് നമുക്ക് നൽകുന്നത്? ഓക്കെ, ഓരോ ഫ്രൂട്ട്സും എടുത്ത് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ കഴിക്കുമ്പോൾ ചുമ്മാ കഴിച്ചിട്ട് പോകുന്നതല്ല. ദൈവം ഇതെങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്? ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നു. നമ്മൾ വാഴപ്പഴം ഇത്രയും മൃദുലമായ കാര്യമാണ് അകത്തിരിക്കുന്നത്. പക്ഷേ അതിനെ ദൈവം അത്രത്തോളം പ്രൊട്ടക്റ്റായിട്ടൊരു തോല് അതിന് സൃഷ്ടിച്ചിരിക്കുന്നു. ഇല്ലായിരുന്നെങ്കിൽ നമുക്കത് കഴിക്കാൻ പറ്റുമായിരുന്നോ? ഓക്കെ, അപ്പോൾ ഓരോ കാര്യവും നമ്മൾ തന്നെ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ മൂക്ക് നമ്മുടെ തലയ്ക്ക് മുകളിലായിരുന്നെങ്കിൽ ഒരിക്കലും നമുക്ക് കുളിക്കാൻ പറ്റത്തില്ലായിരുന്നു, അല്ലേ? ആ മൂക്കിൽ വെള്ളം കയറുമായിരുന്നു. അപ്പോൾ ദൈവം ഓരോ അവയവങ്ങളും സൃഷ്ടിച്ചിരിക്കുന്നത് പോലും അതിൻ്റേതായ ഉത്തരവാദിത്വത്തിൽ കൂടിയാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ ഈ ഒരു ചെറിയ കാര്യങ്ങളിൽ ഭയപ്പെടുന്നത് എന്ന് യൂണിവേഴ്സ് ചോദിക്കുന്നുണ്ട്. നമ്മൾ അതെല്ലാ കാര്യങ്ങളും ബാലൻസ് ചെയ്യുവാനുള്ള ശക്തി ഈ യൂണിവേഴ്സിന് തന്നെ ഉണ്ട്. പക്ഷേ ആ ശക്തി കുറയ്ക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടുമാറുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ ചെയ്യേണ്ടത്. അടുത്ത് വന്നിരിക്കുന്നത് 3 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ ഹൃദയം തകർന്നിരിക്കുന്നു എന്ന് യൂണിവേഴ്സ് അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് കടന്നു വന്ന ഒരു സമാധാന ദൂതനെ യൂണിവേഴ്സ് അയക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിലാക്കി തന്നെ നിങ്ങളോട് സംസാരിക്കുവാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് നൽകുവാനും ദൂതനെ നിങ്ങൾക്ക് യൂണിവേഴ്സ് അയക്കുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾ തിരിച്ചറിയുക, അത് നിങ്ങൾ മനസ്സിലാക്കുക, അതൊരിക്കലും ഇഗ്നോർ ചെയ്യരുത്. വീണ്ടും 4 ഓഫ് കപ്പ് വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകാം, ഇവിടെ ദൂതൻ നിങ്ങൾക്ക് വന്ന് കപ്പ് നൽകുന്നുണ്ട്, മെസ്സേജ് നൽകുന്നുണ്ട്. ഒരു പക്ഷേ ടാരോ റീഡർ ആയിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ആരെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പേപ്പറിൽ നിങ്ങൾ ഏതെങ്കിലും സാധനം വാങ്ങിച്ച് വന്നിരിക്കുന്ന ഒരു പേപ്പറിലായിരിക്കാം നിങ്ങൾക്കൊരു മെസ്സേജ് വരുന്നത്. ചിലപ്പോൾ അബ്ദുൽ കലാം സാറിൻ്റെ ഒരു മെസ്സേജ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ദൈവവചനത്തിൻ്റെ മെസ്സേജ് ആയിരിക്കാം, അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ മെസ്സേജ് ആയിരിക്കാം. പക്ഷേ നിങ്ങൾ അതൊന്നും ശ്രദ്ധിക്കാതെ ചുരുട്ടിക്കൂട്ടി കളയുകയും നിങ്ങളുടെ ദുഃഖത്തിലേക്ക് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങളത് വിട്ടുകളയുക. വീണ്ടും 4 ഓഫ് കപ്പാണ്. നിങ്ങൾക്ക് നീട്ടുന്നതായിട്ടുള്ള മെസ്സേജ് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും എഴുന്നേൽക്കുക. നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നു, നിങ്ങൾക്ക് നടക്കാൻ വയ്യ, പ്രവർത്തിക്കാൻ വയ്യ എന്നുള്ള രീതിയിലാണ് നിങ്ങൾ വിഷമത്തിലേക്ക്, ഇമോഷനിലേക്ക് മാത്രം നോക്കിയിരിക്കുന്നത്. കാല് കൂട്ടിക്കെട്ടിയിരിക്കുന്നു, നിങ്ങൾ സ്വയം ചെയ്തിരിക്കുന്നതാണ്. നിങ്ങൾക്ക് വയ്യ, കൈ ഇവിടെ കൂട്ടിക്കെട്ടിയിരിക്കുന്നു, നിങ്ങൾക്ക് പ്രവർത്തിക്കാനും വയ്യ. നിങ്ങൾക്കുള്ള ആ ഇമോഷണൽ കാര്യങ്ങളിൽ മാത്രമാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ദൂതനെ അയക്കുമ്പോൾ ദൂതൻ പറയുന്ന വാക്കുകളിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. എന്ത് മെസ്സേജാണോ യൂണിവേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് നൽകുന്നത് ആ മെസ്സേജിലേക്ക് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ആ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങൾ പോകുക, ശ്രദ്ധാപൂർവം മുന്നോട്ട് പോകുക. ഗോ വിത്ത് ഫ്ലോ. ഓക്കെ, നിങ്ങൾ മുന്നോട്ട് പോകുക. ദൈവം നിങ്ങളെ കൂടെ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ട്. നിങ്ങൾ തകർന്നു പോകാതെ അല്ലെങ്കിൽ താഴ്ന്നു പോകാതെ നിങ്ങൾ സാഹചര്യം
സാഹചര്യത്തിലേക്ക് നോക്കിപ്പോകാതെ ദൈവത്തിലേക്ക് നോക്കിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പ്രതിസന്ധിയും മറികടന്ന് പോകുവാൻ സാധിക്കും എന്നുള്ളൊരു മെസ്സേജാണ് നിങ്ങൾക്ക് നൽകുന്നത്. ഓക്കെ, അപ്പം ഇതാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ്. ഓക്കെ, നിങ്ങളിപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നതായ കാര്യം സാധ്യമാകുമോ? ഇവിടെ കാർഡ് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യത്തിന് സാധ്യത ഉണ്ടാകുമോ? പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഓക്കെ, നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുക. നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യത്തിന് നിങ്ങൾക്ക് സാധ്യത ഉണ്ടാകുമോ? ഫസ്റ്റ് കാർഡ് സെലക്ട് കാണുന്നില്ലേ? ഇത് മാറ്റി വയ്ക്കട്ടെ, അല്ലെങ്കിൽ ഇതും കൗണ്ട് ചെയ്താലോ അല്ലേ? ഓക്കെ, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് നിങ്ങളൊരു കാർഡ് സെലക്ട് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തവർക്ക് നിങ്ങളുടെ മനസ്സിൽ വിചാരിച്ച കാര്യം സാധ്യമാണ്. സണ്ണിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്, സാമ്പത്തികത്തിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്, കുടുംബ ഐശ്വര്യത്തിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്, കുട്ടികളെ സംബന്ധിച്ചിട്ടുള്ള കാർഡ് വന്നിട്ടുണ്ട്. ഏത് ഉദ്ദേശത്തോടു കൂടിയാണോ നിങ്ങളിത് സെലക്ട് ചെയ്തിരിക്കുന്നത് അതിൽ നിങ്ങൾക്കൊരു പോസിറ്റീവ് യെസ് എന്നുള്ള ഇതാണ് വന്നിരിക്കുന്നത്. പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വിട്ടുമാറാതെ പാസ്റ്റ് ലൈഫിലെ ഏതെങ്കിലും കാര്യം, പാസ്റ്റ് ലൈഫ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ മാത്രമല്ല, നിങ്ങളുടെ ഒരു ദിവസം മുന്നേ കഴിഞ്ഞു പോയ കാര്യങ്ങളും പാസ്റ്റ് ലൈഫാണ്. ഓക്കെ, ആ ഒരു പാസ്റ്റ് ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ വിട്ടുകളയുക എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. അത് വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു അനുഗ്രഹങ്ങൾ, സാമ്പത്തിക അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരും. ഓക്കെ, ചേരുവാനുള്ള സാധ്യതകളും നിങ്ങൾക്കുണ്ട്. എന്നാൽ നിങ്ങൾ ഒരിക്കലും അതിന് തടസ്സം നിൽക്കരുത്. നിങ്ങളുടെ പാസ്റ്റിലുണ്ടായിട്ടുള്ള പല കാര്യങ്ങളും കൊണ്ടുവന്ന് അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ടുവന്ന് നിങ്ങളിവിടെ ബ്ലോക്കേജ് ഉണ്ടാക്കരുത് എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, രണ്ടാമത്തെ കാർഡ് വന്നിരിക്കുന്നത് റീബർത്ത് ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ പുനർജന്മം സംഭവിക്കുന്നു. എന്താണോ അവസാനിച്ചു പോയി എന്ന് നിങ്ങൾ വിശ്വസിച്ചത് അതിലൊരു പുനർജന്മമാണ് നിങ്ങൾക്കിപ്പോൾ സംഭവിക്കുന്നത്. ഓക്കെ, ബ്രേക്ക് ത്രൂ വന്നിരിക്കുന്നു. പുനർജന്മം സംഭവിക്കുന്നു. ചില കാര്യങ്ങൾ പൊട്ടിച്ച് നിങ്ങൾക്ക് ജഡ്ജ്മെൻറ്റ് ലഭിക്കുകയാണ്. ഓക്കെ, അതെല്ലാം പൊട്ടിച്ചെറിഞ്ഞ് നിങ്ങൾക്ക് ഹീലിംഗ് സംഭവിക്കുകയാണ്. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിന് ഒരു ഹീലിംഗ് സംഭവിച്ചതിനായി നന്ദി. നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന ആഗ്രഹങ്ങൾക്ക് ഒരു ആവിഷ്കാരം അല്ലെങ്കിൽ ഒരു പുനർപ്രവർത്തനം സംഭവിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ വിചാരിച്ചു അത് ഒരിക്കലും കേടായിപ്പോയി ഇനി മുന്നോട്ട് പോകില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു അത്ഭുതകരമായിട്ടുള്ളൊരു പ്രവർത്തനം, ചില കാര്യങ്ങൾ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒരു വലിയ സ്ഫോടനം തന്നെയാണ് സംഭവിക്കുന്നത്. സ്ഫോടനം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടായ ബ്ലോക്കേജുകൾ പൊട്ടിത്തെറിച്ചു പോകുകയാണ്. ഓക്കെ, സാമ്പത്തിക ബ്ലോക്കേജ് ആണോ, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിലുള്ള ബ്ലോക്കേജ് ആണോ, റിലേഷൻഷിപ്പിലെ ബ്ലോക്കേജ് ആണോ, അതിവിടെ പൊട്ടിത്തെറിക്കാൻ പോകുന്നു എന്നാണ് ഉദ്ദേശിച്ചത്. താങ്ക് യു യൂണിവേഴ്സ്. രണ്ടാമത്തെ കാർഡുകാർക്ക് ഒരു അത്ഭുത മാറ്റം തന്നെ ഉണ്ടാകുന്നുണ്ട്. മൂന്നാമത്തെ കാർഡുകാർക്ക് നീതി ലഭിക്കുന്നുണ്ട്. നിങ്ങൾ ഏത് നീതിക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾ നിൽക്കുന്നത് അത് നിങ്ങൾക്ക് ലഭിക്കുന്നു. നിങ്ങളുടെ യാത്ര മുന്നോട്ട് തടസ്സപ്പെട്ടിരിക്കുന്ന ഒരു എനർജിയിൽ കൂടിയാണോ നിങ്ങൾ കടന്നു പോകുന്നത്, നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. ഓക്കെ, നിങ്ങൾ എന്നെ കഴിയും, മറ്റുള്ളവർക്ക് നല്ല രീതിയിലുണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ നിൽക്കരുത്. നിങ്ങൾക്കൊരു മാറ്റം തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടാകുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും, പൂർണ്ണ ചന്ദ്രന് ശേഷം തീവ്രത അല്പം കുറഞ്ഞു വരുന്നതായിട്ടുള്ള ഒരു ചന്ദ്രനെയാണ് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നത്. അതിൻ്റെ ശക്തി കുറച്ച് കുറവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് സമാധാനം ലഭിക്കുന്നു. എക്സാമ്പിൾ പറയുകയാണ്, ഡെലിവറി കഴിഞ്ഞിട്ട് വരുന്ന ചില സ്ത്രീകൾ അത്രയും നാളും ഉണ്ടായിരുന്ന ആ ഒരു ടെൻഷനും കാര്യങ്ങളും എല്ലാം കുറഞ്ഞ് ആ കുഞ്ഞ് കയ്യിലേക്ക് വരുമ്പോൾ ആ വേദനയൊക്കെ ഒരു സൈഡിലൂടെ എങ്കിലും ഒരു ആശ്വാസം, സമാധാനം ലഭിക്കുന്നതായിട്ടുള്ള ഒരു മൂണിൻ്റെ എനർജിയാണ് നിങ്ങളിവിടെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു സമാധാനം
നിങ്ങൾ ഇത്രയും നാൾ ഊതി പെരുപ്പിച്ച് ഒരു പ്രഗ്നൻ്റ് ലേഡി എങ്ങനെയാണോ പ്രസവത്തിന് ഒരു റൂമിലോട്ട് കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ടെൻഷനും കാര്യങ്ങളും എല്ലാം അതിവിടെ അവസാനിക്കുകയാണ്. അവസാനിച്ച് ശാന്തമായിട്ട് സന്തോഷത്തോടു കൂടിയും ആ ഒരു ടെൻഷൻ്റെ എനർജി എല്ലാം കുറഞ്ഞിട്ട് നിൽക്കുന്നതായിട്ടുള്ള ഒരു എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഒരു യാത്രയാണ് വരുന്നത്. അതൊരു നീതിയുടെ യാത്രയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എന്താണോ ചിന്തിച്ചത് അതിൽ നിങ്ങൾക്ക് നീതി ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. അപ്പം ഇതാണ് നിങ്ങൾ എന്താണോ മനസ്സിൽ ചിന്തിച്ചത് ആ കാര്യം നടക്കുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിൽ ചിന്തിച്ച കാര്യങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് മോർണിംഗ് മെസ്സേജ്. നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ, ഇതുപോലെ മോർണിംഗ് മെസ്സേജ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യുക രാവിലെ ഇതുപോലെയുള്ള മോർണിംഗ് മെസ്സേജ് വേണമെന്നുള്ളത്. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.